കണിയൊരുക്കുന്നതിൻ്റെ മേളാണ്. ഇപ്രാവശ്യം പൊന്നുമാണ് കണിയൊരുക്കുന്നത്. കണി വെക്കേണ്ട സാധനങ്ങളെല്ലാം ഞാനിവിടെ വിളക്ക് കത്തിക്കുന്നിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അവളവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ തുടച്ച് വെക്കുകയൊക്കെയാണ്. കൃഷ്ണനെ അവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. കൃഷ്ണൻ്റെ പുറകിലിരിക്കുന്ന ആ തിരിയുടയാട് അവൾ ഉണ്ടാക്കിയതാണ്. ഇപ്രാവശ്യം പുതിയ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. വൈറ്റ് പേപ്പറും ഗോൾഡൻ കളർ ടേപ്പും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉരുളിയിൽ ആദ്യം അരി ഇട്ടിട്ട് ഗണപതിയുടെ പ്രതീകമായിട്ട് തേങ്ങയാണ് വെക്കേണ്ടതെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോഴത്തേക്കും പിന്നെ എന്തായാലും വലിയ ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്ന് തന്നെ കറണ്ട് വന്നു. ചക്കയും വെള്ളരിയും അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് നമ്മൾ വെക്കുകയാണ്. ഈ വിളവെടുപ്പ് ഉത്സവമാണല്ലോ വിഷു എന്ന് പറയുന്നത്. പണ്ടത്തെ ആൾക്കാരുടെ ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണല്ലോ കൃഷി. അപ്പോൾ നമ്മൾ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ കണി കണ്ട് ഉണർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം കിട്ടും എന്നായിരുന്നു അന്നത്തെ ആൾക്കാരുടെ ഒരു വിശ്വാസം. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെയാണ്. പിന്നെ നമ്മൾ ഈ കണി വെക്കുന്നതിൻ്റെ പിന്നിലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ കണിക്കൊന്ന പൂവെന്ന് പറയുന്നത് ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ കിരീടമായിട്ടും കണി വെള്ളരി ഭഗവാന്റെ മുഖമായിട്ടും അതുപോലെ വാൽക്കണ്ണാടി ദേവീ സങ്കല്പമായിട്ടും പിന്നെ ഗണപതിയുടെ പ്രതീകമായിട്ട് തേങ്ങയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാനൊരു വായിച്ചറിഞ്ഞ അറിവാണ്. എനിക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ പുസ്തകങ്ങളും കസവുമുണ്ടും